ചേട്ടൻ ട്രാൻസ്മെൻ ആണോ? എൻ്റെ സ്റ്റിയർ എന്താവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്ത് നമുക്ക് മുമ്പോട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരുന്നത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരുപാട് മനുഷ്യരുടെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ കൂടെ സംസാരിച്ച് പോകുന്നുണ്ട്. എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യർ തന്നെയാണ്, ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമായിരിക്കും. പലതരത്തിൽ നമ്മൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്, മതിലുകൾ ചുറ്റുമുണ്ട്, പലതരത്തിൽ കാര്യങ്ങളുണ്ട്. എങ്കിലും മനുഷ്യരെ തന്നെ പലതരത്തിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കാത്ത രീതിയിലേക്കുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ജെൻഡറിൻ്റെ പേരിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പലതരത്തിൽ നടക്കാറുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിഷയം സീമ വിനീതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ട്രാൻസ് വിമനാണ് അവർ. നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ട്രാൻസ് വിമനാണ്. മറ്റുള്ളവരെ വെറുപ്പാണെന്നല്ല, എന്നാലും ചിലരുടെയൊക്കെ ചില കാര്യങ്ങളോട് ആൾക്കാർക്ക് താല്പര്യക്കുറവുണ്ടാവും. പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനോടായിരിക്കാം മേ ബി. പക്ഷേ ഇവിടെ ഒരു റീസെൻ്റായിട്ട് അവരുടെ ഒരു അപ്ലോഡ് ചെയ്യപ്പെട്ടൊരു വീഡിയോയ്ക്കകത്ത് ചില കാര്യങ്ങൾ അവർ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. നമുക്ക് നോക്കാം എന്താണ് ആ ഒരു Q&Aക്കകത്തുള്ളതെന്ന്. ആദ്യത്തെ ചോദ്യമാണേ. ചേച്ചി ദീർഘസുമംഗലി ഭവ. ചേട്ടൻ ട്രാൻസ്മെൻ ആണോ? പറ. ചേച്ചി ദീർഘ സുമംഗലി ഭവ. ദീർഘകാലം സുമംഗലിയായി തന്നെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ നല്ലൊരു വാക്ക് പോലെ പറഞ്ഞിട്ട് ചേട്ടൻ ട്രാൻസ്മെൻ ആണോ എന്നുള്ളൊരു ചോദ്യം, അതെന്താ? ട്രാൻസ്മെന്നിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ? അതല്ല, ഈ ഒരു ചോദ്യം എന്തുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ളൊരു മാനസിക ത്വര ഉണ്ടാവുന്നു എന്നുള്ള കാര്യം ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ചിലർ ചോദിച്ചേക്കാം. എന്നാൽ ചിലരാണെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ വേണ്ടിയിട്ടും ചോദിച്ചേക്കാം. അപ്പോൾ അദ്ദേഹം തന്നെ എന്നോട് മറുപടി പറയുമായിരിക്കും. നോക്കാം. ചോദിച്ചാലോടാണ് അല്ല, ചേട്ടൻ ട്രാൻസ്മെൻ അല്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. വോയിസ് കണ്ടോ? അല്ല, ഞാൻ നോക്കട്ടെ. നമ്മുടെ വിക്രം സിനിമയിലേക്കകത്തല്ല, മറ്റേ ലിയോയിലേക്കുള്ള അല്ല, മറ്റേ പുള്ളി കട്ടവാസ്. ഇന്ന് നമ്മുടെ ഡീപ്പ് വോയിസ് എന്ന് പറയും ഈ സാധനമൊക്കെ. ഡീപ്പ് വോയിസ് ഒക്കെ പ്രാക്ടീസ് എടുക്കാനൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര തോന്നുന്ന ശബ്ദം. ഹലോ ആടാ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഭയങ്കര കോമഡിയാണ്, പക്ഷേ ആ പുള്ളിയുടെ ശബ്ദം കണ്ടോ? എന്തൊരു അടിപൊളി വോയിസ്. ചേട്ടാ, വോയിസ് വേറെ ലെവൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാൻ തയ്യാറായത് എങ്ങനെ? അതും ചേട്ടനോടാണ് കേട്ടോ. ഇങ്ങനെ ഒരാളെയോ? ഇത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യനല്ലേ? അവിടെ വേറെ എന്തെങ്കിലും ജീവിയാണോ വിവാഹം കഴിച്ചേക്കുന്നത്? ഇങ്ങനൊരു ആളെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്ന മറ്റേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സീമയെക്കുറിച്ച് ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പം ചേട്ടൻ, അതാണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നത് ഇങ്ങനെയാണ്. ചേട്ടൻ ട്രാൻസ്മെൻ ആണോ? അല്ല, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കാനുള്ള കാരണം. അപ്പം ചോദ്യം ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി നേരെ സീമ വിനീതിനിട്ടാണ്. അത് ഇങ്ങനെ ഒരാളെ എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറ്റും? ഞാൻ പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു സംഭവം പറയാമേ. അതായത് ഈ നമ്മളെല്ലാവരും പല സമയങ്ങളിലും പല പേരുകളും പല വ്യക്തികളെയും നമ്മളിങ്ങനെ പുറകെ നമ്മൾ നടക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് അതിട്ടിട്ട് നമ്മൾ മറ്റൊരാളുടെ പുറത്തേക്ക് പോകും. നമ്മൾ പുതിയ ഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ മാറുന്നത് പോലെ ആൾ മാറുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ രീതിക്ക്, നമ്മുടെ ചിന്തകൾക്കും വേറെ മാറ്റമൊന്നുമില്ല. ഈ വ്യക്തികൾ ഇപ്പം ഇവരുടെ ഈ ഒരു പുറകെ നടന്നുകൊണ്ട് ഇവരുടെ ഇങ്ങനെ ചോദിക്കാനുള്ളൊരു മനോഭാവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ട്രാൻസ്ഫോൺ അല്ല. നമ്മൾ നോക്കിയപ്പോഴത്തേനും ഞാൻ അങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു ട്രാൻസ്ഫോണായിട്ട് ഞാനങ്ങനെ ആണെന്ന് എനിക്കറിയായിരുന്നു. കണ്ടുമുട്ടിയപ്പോഴും അല്ലെങ്കിൽ പരിചയപ്പെടുകയോ ആണെന്ന് അറിയായിരുന്നു. പിന്നെ ഇഷ്ടമല്ലേ, ഇഷ്ടം തോന്നുന്നു നമുക്ക് ആരോടും ഒന്നും തോന്നാമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ഒരാൾ, അതുകൊണ്ട് തന്നെ ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കണക്ട് ആയത്. ചേട്ടൻ ഇത് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കുമ്പം പൊതുസമൂഹത്തിൽ നിന്നും നിരന്തരം നേരിടുന്ന ചോദ്യമാവാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു Q&Aയിൽ ആ ഒരു ചോദ്യം വന്നപ്പോൾ വളരെ മാന്യമായി പക്വതയോടുകൂടി കണ്ടോ സംസാരം ശ്രദ്ധിക്കണം. നമുക്ക് പല ആൾക്കാർക്കും ഇല്ലാത്തത്. എന്നാൽ ചില ആൾക്കാരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇവരൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറയും എന്ന് പറയുമ്പോൾ ആ ഒരു തരത്തിൽ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ചോദിച്ച ചോദ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഭ്യമായ മാന്യമായ മറുപടി അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറായിട്ടൊരാളെ എനിക്ക് കിട്ടി, അപ്പോൾ എനിക്ക് സ്നേഹം തോന്നി, അടിസ്ഥാനപരമായിട്ട് സ്നേഹമാണ്, അതുകൊണ്ട് ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. വീട്ടുകാർ ഈ വിവാഹ ആലോചനയോട് ആദ്യം എങ്ങനെയാണ് പ്രതികരിച്ചത്? അവർ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ ഫാമിലിയോട് ഡിസ്കസ് ചെയ്തായിരുന്നു ഈ കാര്യങ്ങൾ. ബന്ധപ്പെട്ട ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ അവർ ആദ്യമേ എതിർപ്പാണ് ആദ്യമേ പറഞ്ഞത്, വിയോജിപ്പാണ് ആദ്യമേ. സ്വാഭാവികമായിട്ടും ആരാണല്ലോ ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേനും വിയോജിപ്പ് പറയുമല്ലോ. പിന്നെ എൻ്റെ ഫാമിലി പറഞ്ഞു, എൻ്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അഭിപ്രായം നോക്കി, എൻ്റെ ഇഷ്ടം നോക്കി,
അപ്പോൾ എന്നെ എപ്പോഴാണല്ലോ എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വാല്യൂ തരുന്ന ഒരാളാണ് അവരെൻ്റെ പേരൻസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ആദ്യം ഇപ്പോൾ പെട്ടെന്നുള്ള രീതിയിൽ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. നമ്മുടെ സമൂഹത്തിനും എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് മറ്റുള്ള ആളുടെ കാര്യത്തിനകത്താകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് അഭിപ്രായം പറയാൻ പറ്റും. അത് സ്വന്തം ജീവിതത്തിലേക്ക് വരുന്ന സമയങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മാത്രമാണ് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ മാറുന്നതും ചിന്തിക്കാനുള്ള സമയം വേണ്ടി വരുന്നത്. ഒത്തിരി സമയം താമസം കൊടുക്കും നമ്മൾ. കാരണം മറ്റുള്ളവരുടെ കാര്യത്തിനകത്ത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ അപ്പം തന്നെ നമ്മൾ മറുപടി കൊടുക്കും. മറ്റൊരാളുടെ ലൈഫിൻ്റെ അകത്ത് അവൻ വൃത്തികെട്ടവനാണ്, അവനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എങ്കിലും നമ്മൾ പറയും അവൾ വൃത്തികെട്ടവളാണ്, അവളെ വൃത്തികെട്ടവളാണ്. നമുക്കറിയില്ല എങ്കിലും നമ്മളങ്ങ് പറയും പെട്ടെന്നുള്ള ഇതിൽ നമ്മളങ്ങ് പറയും. മറിച്ച് അവിടെ നിൽക്കുന്ന അവർ പറയും ഇവൻ വൃത്തികെട്ടവരാണെന്ന്, എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ വൃത്തികെട്ടവനാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വൃത്തികെട്ടവനോ അല്ലെ ഞാൻ വൃത്തികെട്ടവളോ അല്ലെ എന്നെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങനെ പറയും. ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞൊന്നും പറയും. ഓക്കെ, ഈ ഒരു നമ്മുടെ ചിന്താഗതിയുടെ ഒരു പ്രശ്നമാണ്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് എളുപ്പവും നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും സമൂഹത്തിൽ മൊത്തത്തിൽ പൊതുവേ ഉള്ള ആൾക്കാർക്ക് ഉണ്ട്. മറ്റുള്ളവരുടെ കാര്യമൊന്നും നോക്കേണ്ട കാര്യമില്ല. പേരൻസ് ഓക്കെയാണ്, സംഭവിച്ച് നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിൻ്റെ താല്പര്യം അങ്ങനെയാണോ ആ രീതിക്ക് പോട്ടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഓക്കെ ആയിരുന്നു. അതൊന്നുമല്ല ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശബ്ദം ഏതോ ഒരു സിനിമാ നടൻ്റെ ശബ്ദമായിട്ടൊക്കെ വളരെ ഫെമിലർ ആയിട്ടുള്ളൊരു സിനിമാ നടൻ കുഞ്ചാക്കോ ബോബൻ്റെ ശബ്ദമാണോ ചില സിനിമകളിൽ കേട്ട ശബ്ദം, ഒരു പതിഞ്ഞ ശബ്ദം, അതോ വേറെ ആരുടെയോ ശബ്ദം, മറ്റേ വിനയ് ഫോർട്ടിൻ്റെതാണോ, ആരുടെയോ ശബ്ദം പോലെ ഒരു സാമ്യം തോന്നേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും ശബ്ദമായിട്ട് പുള്ളിയുടെ ശബ്ദത്തിൽ സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നി. ഇവളെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു ആ സമയത്ത്, ഇവളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അത് ഓക്കെ ആയതാണ്. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഒരാളും പിന്നീട് അവർ ആദ്യമേ എന്നാളൊരു വിയോജിപ്പ് വരും, അതിപ്പം മറ്റൊരു മാരേജിനാളും വരുമല്ലോ. പിന്നീട് അവർ സംസാരിച്ച് അവരുള്ള ആൾക്കാർ പറഞ്ഞു അവൻ്റെ താല്പര്യം എന്താണ്, അല്ലെങ്കിൽ അവന് എങ്ങനെയാണ് മുമ്പോട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യം എങ്ങനെയാണ്, അത് നിങ്ങൾ നിൽക്കുക, കൂടെ നിൽക്കുക. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരും സഹകരിച്ച് ഭംഗിയായിട്ട് തന്നെ കല്യാണം കഴിഞ്ഞു. ഇവരുടെ കല്യാണത്തിന് മുമ്പായിട്ട് ഞാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ചില പോസ്റ്റുകളൊക്കെ വരുന്നു, വേദന കൊണ്ട് പലതരത്തിലുള്ള സീമ വിനീത് അവരുടെ മനുഷ്യനല്ലേ പല സമയങ്ങളിൽ ഇമോഷൻസിൻ്റെ ആ ഒരു പീക്കിൽ നിന്നുകൊണ്ട് അവരെല്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സീമ വിനീതിൻ്റെ ഡേ ടു ഡേ ലൈഫിൻ്റെ അകത്തും മറ്റുള്ള പല കാര്യങ്ങളുടെ അകത്തുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ ഷെയർ ചെയ്യുന്ന അവരുടെ ഫേസ്ബുക്കിലൂടെയൊക്കെ അവരെല്ലാം ഷെയർ ചെയ്യാറുണ്ട്, ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അവരെ കാണുന്ന അവരുടെ വ്യൂവേഴ്സിനോട് എല്ലാം സംവദിച്ചും പറഞ്ഞും പരിഭവങ്ങളാണെങ്കിലും ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും പിണക്കങ്ങളാണെങ്കിലും ഇഷ്ടക്കേടാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം അവർ സോഷ്യൽ മീഡിയയുടെ പ്രതികരിക്കും. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നീട് മനസ്സിലായി നമ്മൾ ഈ ചെയ്യുന്ന കാര്യം ഏറ്റവും വലിയ മണ്ടത്തരമാണ്. കാരണം നമ്മളെ ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്ന ഒരു ചെറിയൊരു അവസരമാണ്. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വലുതാക്കി നമ്മൾ ഇട്ട് കൊടുക്കും. ഞാൻ അവരെക്കുറിച്ചല്ല കേട്ടോ, ഞാൻ എന്നെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ പാസ്റ്റ് ഇങ്ങനെ സ്ഥിരം പോസ്റ്റുകളൊക്കെ ഇടുമായിരുന്നു. ബട്ട് പിന്നെ മനസ്സിലായി, ഇത് റിയലൈസ് ചെയ്തു, ഇതൊരു വളരെ വലിയൊരു ബ്ലണ്ടറാണ്, വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങളാണെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പം വളരെയധികം ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെന്നുള്ള വ്യക്തി തന്നെ നിങ്ങൾ മറ്റൊരാളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെതായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, മറ്റുള്ള പല കാര്യങ്ങളായിരിക്കാം. അതിനെ നമ്മൾ അതേ രീതിയിൽ തന്നെ എടുത്ത് നമ്മൾ ഇടുന്ന സമയത്ത് ഈ കാണുന്ന ആൾക്കാരെല്ലാം സഹതപിക്കുകയും മറ്റേ കമൻറ്റ് ബോക്സിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സത്യം പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ മറ്റൊരു വശമുണ്ട്. ഇത് കാണുന്ന ആ ആൾക്കാർക്കൊരു ഒരു രസമാണ്. ഒരാളെ ഇങ്ങനെ അവരുടെ വേദനയും സന്തോഷവും സങ്കടവും ഇതൊക്കെ പറഞ്ഞ് അവർക്ക് ഇവരെ നോക്കിക്കൊണ്ടിരിക്കാൻ ഇഷ്ടം, കണ്ണു തുറന്ന് വെച്ചേക്കുവാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ പരമാവധി, ഞാൻ സീമ ചേച്ചിയുടെ കാര്യത്തിലല്ല പറയുന്നത്, പൊതുവിൽ പറയുകയാണ്, പരമാവധി നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ നിങ്ങളുടെ ഇതുമായിട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തു വെച്ച് പെട്ടെന്ന് ഇമോഷൻസിൻ്റെ പുറത്ത് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് എടുത്തു വെച്ച് പബ്ലിഷ് ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് സമയം ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും നിങ്ങൾക്ക് ആ ഒരു മൂഡുണ്ടെങ്കിൽ മാത്രം അതിനെ നിങ്ങളുടേതെന്നുള്ള രീതിയിലല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റണം. അത് ട്രൈ ചെയ്താൽ നന്നായിരിക്കും എന്നൊരു എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ, അടുത്തത് ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി ഏറ്റവും ബ്ലെസ്ഡ് ആയി തോന്നിയ ഒരു മൊമെൻറ്റ്. ആസ് യൂഷ്വൽ ഞാൻ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയത് ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഞാൻ പറയും എൻ്റെ സർജറി ടൈമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ പറയും. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയും മാരേജ് ആണ് എനിക്ക് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയ മൊമെന്റ് എന്ന് പറയും. ഇതിനിടയ്ക്ക് പറയാമോ എന്ന് അറിയത്തില്ല, ബട്ട് നിങ്ങൾ ഇവരുടെ ആ ഫ്രെയിമിനകത്ത് രണ്ടുപേരും ഇരിക്കുന്ന ഒരു സംഭവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാളിത്യം ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഇപ്പം ദമ്പതികളാണ്, എല്ലാ ദമ്പതികളും ഇങ്ങനെ കാണോ, ചിലപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ ചോദിച്ചാലും എനിക്കറിയത്തില്ല, എങ്കിലും ഒരു ലാളിത്യം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അത് അങ്ങനെ തോന്നുന്നത്, ലാളിത്യം ഫീൽ ചെയ്യുന്നുണ്ട്. അത് ലാളിത്യം എന്നുള്ള വാക്കിനെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്ന വെച്ചാൽ ലളിതമാവുക, സിംപ്ലിസിറ്റി എന്നൊക്കെ വേണമെങ്കിലും പറയാം. പിന്നെ ഭയങ്കര വിഷമം എന്നൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒത്തിരി സ്നേഹിച്ചിരുന്ന സൗഹൃദങ്ങളാവട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ,
അവർ നമ്മളെ ഒറ്റപ്പെടുത്തുന്നതും പിന്നെ നമ്മളെ അകറ്റി നിർത്തുന്നതും അങ്ങനെ ഒരു മൊമെൻ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവരുടെ ജീവിതത്തിനകത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാൾ കരഞ്ഞവരാണ് അല്ലേ? ഞാൻ എഴുതിയിട്ടുള്ളത് കുറേ അധികം അങ്ങനെ തന്നെ. നമ്മൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ണീര് പൊഴിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണത്തിലേക്ക് കടന്നു പോയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ്. ആത്മാർത്ഥത എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കണ്ണീരണിഞ്ഞ് നടക്കുന്നവരാണ് ഇന്നും നിറയെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്നേഹം കൂടുതലാണ്, അല്ല ആത്മാർത്ഥത കൂടുതലാണ്, നമ്മളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരും കൂടെ നടക്കുന്നത് കൊണ്ട് മാത്രം കൂട്ടുകാരാവത്തില്ല. കൂടെ നടക്കുന്നവരെല്ലാവരും കൂട്ടുകാരുമല്ല. നിങ്ങൾ വീണ് കഴിഞ്ഞാൽ എത്ര പേര് കൈതരുമെന്നുള്ള കാര്യം പറയാനും പറ്റത്തില്ല. പക്ഷെ ആ സമയത്തും നിങ്ങൾ ഈ പറഞ്ഞൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് മാറ്റി നിർത്തിയ ചില ആൾക്കാരുണ്ടാവും, ശത്രുവായിട്ട് കണ്ടിട്ട് അവർ മറ്റൊരു നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുക എന്ന്. പക്ഷെ ആ സമയത്ത് അവരായിരിക്കും വരിക. അങ്ങനെയൊക്കെ ഉണ്ട്. നെക്സ്റ്റ് അടുത്തത് വീണ്ടും അത് തന്നെയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് ട്രാൻസ്മെൻ ആണോ? ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങളുടെ ഭാവി തീരുമാനം എന്തൊക്കെയാണ്? ഭാവി തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഭാവി തീരുമാനങ്ങൾ എന്താണ്? ഭാവി നമുക്ക് പറയാൻ പറ്റത്തില്ല. സത്യം, ഭാവി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പോട്ടെ, ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഭാവി പ്ലാനിങ് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. പ്ലാനിങ്ങിനോട് നിലയിലും ഒരു ലൈഫ് മുമ്പോട്ട് പോകത്തില്ല. കുറച്ച് ഇനി ഒരു കാര്യം പറയട്ടെ, ഭാവി ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചത് എന്നോട് ചോദിക്കാൻ പറ്റത്തില്ല. നെവർ. അടുത്ത നിമിഷത്തിനെ കുറിച്ച് പോലും പറയാൻ പറ്റത്തില്ല. പിന്നെയാണ് ഭാവി. നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ള സാധനം നമ്മുടെ കയ്യിലല്ലാത്ത സാധനമാണ്. നമ്മുടെ പാസ്റ്റ് എന്നുള്ള സാധനം കഴിഞ്ഞു പോയ ഭണ്ഡാരവുമാണ്. ഇപ്പോൾ പ്രസൻറ്റ് എന്നുള്ള സാധനം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇപ്പം പോവുക, മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നാളെ ജോലിക്ക് പോകണം, മറ്റുള്ള കാര്യം അങ്ങനെ പ്ലാനിങ് വേണ്ടെന്നല്ല. പക്ഷേ നമ്മുടെ ആരുടെയും കയ്യിൽ നിൽക്കാത്ത പല കാര്യങ്ങളും പല സംഭവങ്ങളും പ്രകൃതി ദുരന്തങ്ങളായിട്ടും മറ്റുള്ള ഇൻസിഡൻ്റായിട്ട് ഇപ്പം ഈ ന്യൂസ് ചാനൽ എടുത്ത് തുറന്നു നോക്കൂ, കുറേ CCTV ഫൂട്ടേജസ് നിരന്തരം കാണാം. ആ CCTV ഫൂട്ടേജസിനകത്തൊക്കെ മനുഷ്യർ പല സ്ഥലങ്ങളിൽ ആക്സിഡൻറ്റിൽപ്പെട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ വെട്ടിക്കൊല്ലുന്നു, മറ്റേതെന്ന് മറിച്ചത്, അങ്ങനെ പല സാഹചര്യങ്ങളാൽ ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവരും അവരുടെ ലൈഫിൻ്റെ അകത്ത് അടുത്ത ദിവസവും അടുത്ത നിമിഷവും അടുത്ത വർഷവും 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളടക്കം ഡിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എന്തുകൊണ്ട് അവരെയും ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ പോലും ഈ റോഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ജീവിതങ്ങളാണ് ഈ ചതഞ്ഞറിയുന്നത്. ആ കുട്ടിയുടെ കാര്യം അറിയാമല്ലോ, മുകളിൽ കയറി ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ട് പോയ കൊച്ചുകുട്ടി. അത് പറയത്തില്ല, കാരണം പറഞ്ഞാൽ എനിക്കത് ഉള്ളിൽ നിൽക്കത്തില്ല. കാരണം ഞാൻ അത്രയും പെയിൻഫുൾ ആയിട്ട് കണ്ടാണ്. കാരണം നമുക്കെല്ലാവർക്കും മക്കളൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും ലൈഫിലുള്ള നെക്സ്റ്റ് എന്താണെന്നുള്ളത്, നെക്സ്റ്റ് ഡേ എന്താണെന്നുള്ളത്. അല്ലാതെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് ഇയർ എന്താവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്ത് നമുക്ക് മുമ്പോട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരുന്നത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. യെസ്, വി ആർ ഇൻ അൺപ്രഡിക്റ്റബിൾ ലൂപ്പ്. ഞാൻ എവിടെ എഴുതിയിട്ടതാണ്, വി ആർ ഇൻ അൺപ്രഡിക്റ്റബിൾ ലൂപ്പ്, ലൈഫ് ലൂപ്പ്. വി ആർ ഇൻ അൺപ്രഡിക്റ്റബിൾ ലൈഫ് ലൂപ്പ് അല്ലേ? അതങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മളൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈഫിൻ്റെ ലൂപ്പിൻ്റെ അകത്താണെന്ന്? നമ്മൾ എത്ര ചിന്തിച്ചാലും നമ്മൾ ചിന്തിക്കുന്ന കാര്യം നടക്കത്തൊന്നുമില്ല. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഈ അൺപ്രഡിക്റ്റബിൾനെസ്സിനകത്താണ്, അൺപ്രഡിക്റ്റബിലിറ്റിയുടെ ഇതുകൊണ്ടാണ് പല ആൾക്കാരും ജീവിതം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്, ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഡിവോഴ്സുകൾ സംഭവിക്കുന്നത്. ലൈഫിൻ്റെ അകത്ത് ഇന്ന് നടക്കുന്ന നല്ല സന്തോഷം നാളത്തെ ഒരു കണ്ണുനീരായിട്ട് മാറുന്നത്. ഇതെല്ലാം ഈ അൺപ്രഡിക്റ്റബിൾ സംഭവം. അത് പ്രഡിക്റ്റ് ചെയ്ത് വച്ചേക്കുന്ന നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യത്തിനെ ഓപ്പോസിറ്റ് നേച്ചറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളോ അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ മാറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഫാമിലി ആയിട്ട് ഹാപ്പി ആണോ എന്ന്. തീർച്ചയായിട്ടും ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര, ഞാൻ വിചാരിച്ച പോലെയല്ല. കാരണം വേറൊരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ എനിക്ക് കുറേയൊക്കെ ഇങ്ങനെ ഇതുണ്ടായിരുന്നു. ചിലപ്പം അവർ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുക. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു 600% കല്യാണം കഴിച്ച് പോകുന്ന പോലെ അല്ല, ആസ് എ ട്രാൻസ് വുമൺ പോകുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നിന്നെ തുറച്ച് നോക്കുമായിരിക്കും, ഇങ്ങനെ അടിമുടി നോക്കുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ നോക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. സോ ജെന്യുവനായിട്ടാണ് എല്ലാവരും എന്നോട് പെരുമാറിയത്. വീട്ടിലാണെങ്കിലും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും വളരെ കൂളായിരുന്നു. സോ ഐ എം ഹാപ്പി. എല്ലാവരും മനുഷ്യരാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ എല്ലാവരും മനുഷ്യർ തന്നെയാണ്. ഇപ്പം ട്രാൻസ് വിമൻ, ട്രാൻസ്മെൻ, ഇവർ അങ്ങനെയൊക്കെയുള്ളൊരു സംവിധാനങ്ങളൊക്കെ ആരും അവരുടെ ലൈഫിൻ്റെ അകത്ത് ഡിസൈഡ് ചെയ്തുകൊണ്ട് പുറത്തു വരുന്നില്ല. നേരത്തെ പറഞ്ഞില്ലേ, വി ആർ എൻ അൺപ്രഡിക്റ്റബിൾ ലൈഫ് ലൂപ്പ് എന്ന് പറഞ്ഞ് അതിനകത്ത് പെടുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരു ക്യാരി ചെയ്യുന്നു, 2 പേർ തമ്മിൽ അവരുടെ ഇൻ്റർകോഴ്സ് ചെയ്തിട്ട് അവർ ക്യാരി ചെയ്യുന്നു. ആ കെയറിങ് സ്റ്റേജിൽ തന്നെ അവർക്കത് തുടക്കത്തിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് അറിയുമോ, അല്ലെങ്കിൽ അതിൻ്റെ ജെൻഡർ എന്താണെന്നുള്ള കാര്യം, സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. അതിനുശേഷം
കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് സ്കാനിങ്ങിലൂടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷവും ഓക്കെ ആണെന്നുള്ള കുട്ടി പുറത്തേക്ക് വരുന്നു. അപ്പം എന്താണ് സുഖപ്രസവമല്ല എങ്കിൽ അതിനും റിസ്ക് ആണെങ്കിൽ പിന്നെ സിസേറിയനിലേക്ക് വരുന്നു. അതിനുശേഷം കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ മറ്റല്ലെങ്കിൽ നഴ്സറിയിൽ എന്തൊക്കെ സംഭവങ്ങൾ വയ്ക്കുമെന്ന് പറയും, അല്ല അതെങ്കിലും നേരെ കയറി ഇത് വരും. അപ്പോൾ അതിനുശേഷം കുട്ടി വളർന്ന് വെച്ച് അത് കുറച്ച് കാലം കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ അകത്തുള്ള ജെൻഡർ മറ്റുള്ള പരിപാടികൾ ഹോർമോണൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി അത് ആ ഒരു ഇതൊക്കെ വരുന്നത്. നമ്മൾ സാധാരണ ഇതിലാണ് പെണ്ണ് എന്നുള്ളത് ജനിക്കുന്നതിനപ്പുറം അതിൻ്റെ മറ്റ് പല ഘടകങ്ങളും അത് മാറി വരികയും ഒക്കെ ചെയ്യുന്നത് പിന്നീടാണ് അറിയുന്നത് പിൽക്കാലത്ത്. അത് അവരുടെ കുറ്റമല്ല, പലതരം കാരണങ്ങളുണ്ട്, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, മറ്റ് പല കാരണങ്ങളുമുണ്ട്. അപ്പം എല്ലാവരും മനുഷ്യർ തന്നെയാണ്. ചില മനുഷ്യർ നല്ല രീതിയിൽ നടന്ന് എന്നെ പണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു അശോകൻ സാറുണ്ട്, ഇംഗ്ലീഷിൽ പുലി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു ഭയങ്കര ശബ്ദത്തിൽ പറയുന്ന കേട്ടോണ്ടിരുന്നതാണ് ശാന്തിനികേതൻ ട്യൂട്ടോറിയൽ വെള്ളറടയിൽ. അപ്പം ആ വ്യക്തി കുറച്ച് നാളിന് ശേഷം ഞാൻ കാണുന്നു അദ്ദേഹം റോഡ് സൈഡിൽ അദ്ദേഹം ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. അതായത് അദ്ദേഹം ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് ഉന്മാദത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അതാ പറഞ്ഞത്, നമ്മുടെ ലൈഫിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷം കിട്ടുന്ന ലൈഫിനെ എത്രമാത്രം നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കുക. അത് അടുത്ത നിമിഷമോ അടുത്ത ദിവസങ്ങളിലോ അടുത്ത വർഷമോ നിങ്ങളുടെ ലൈഫിനകത്ത് ട്രാജഡി സംഭവിക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട, മരണം വരും അതൊന്നും ചിന്തിക്കേണ്ട. ഈ നിമിഷം പരമാവധി ജീവിക്കാൻ പറ്റുമോ അത് ജീവിക്കുക, അത്രേ പറയാനുള്ളൂ. എന്ന് അതിലെന്തെങ്കിലും സത്യമുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് കാര്യം, അതോ സോഷ്യൽ മീഡിയ വെറുതെ ആക്കിയതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് നമ്മൾ സിംഗിളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം 2 തവണ ഞങ്ങൾ അങ്ങനെ ഒരു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്നുള്ള സോഷ്യൽ മീഡിയയിലെ ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യും. അടുത്ത ചേച്ചി ഏതുവരെ പഠിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ സ്ട്രഗിൾ കടന്നു വന്ന ജീവിതം എല്ലാം ഒരു ഇൻസ്പിറേഷൻ തന്നെ, പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ചോദ്യം, ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ പൊതുവെ തിരഞ്ഞെടുക്കുന്ന മേഖലയാണ് മേക്കപ്പ്. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് നിൽക്കാൻ പറ്റിയൊരു മേഖലയാണ്. നമ്മൾ ആരുടെയും കീഴിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കേണ്ട വേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾ അവരുടെ ചാനലിൽ പോയി കാണുന്നത് നന്നായിരിക്കും. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് സീമ വിനീത്. സീരിയസ്ലി ഞാൻ പറയാം, ട്രാൻസ് കമ്മ്യൂണിറ്റിക്കകത്തുള്ള സൂര്യ, അതുപോലെ തന്നെ ഇദ്ദേഹം, അതായത് നമ്മുടെ സീമ വിനീത്, അതുപോലെ കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വളരെയധികം വലിയ കാര്യമാണ് എനിക്ക്. കാരണം ആ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള കാര്യം നമ്മൾ അങ്ങനെ കമ്മ്യൂണിറ്റി എന്ന് എടുത്ത് പറയേണ്ടല്ല. ആ ഒരു മനുഷ്യർ, അവരും ഞാനും അടങ്ങുന്ന മനുഷ്യ സമൂഹം. അപ്പം അതിൽ നമ്മൾ എവിടെയൊക്കെ നമുക്കൊരു ഇത് കാണുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് അടയാളപ്പെടുത്തി പറഞ്ഞത്. സോ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തന്നെയാണ്, സീരിയസ്ലി ഞാൻ പറയും, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റുള്ള പെട്ട ഒരാളാണ്. പിന്നെ ചില വിവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ പുറകെ കാര്യങ്ങളിലൊക്കെ പല സമയങ്ങളിൽ സംഭവിച്ചിരുന്നു. അതിനവർ റിപ്ലൈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി കൊടുത്തിരുന്നു. ഇനി മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരത് സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ, കാരണം എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകൾ ഇട്ടതാണെന്ന് തോന്നുന്നു. അതൊക്കെ വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് സീമ വിനീതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതുപോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്തുള്ളതിൽ നിങ്ങൾക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.